ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്റ്റോറികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും MS ഹൊറർ മീഡിയയിലേക്ക് സ്വാഗതം. മാളിയേക്കൽ വീട്ടിലെ യക്ഷി എന്ന ഈ കഥ എഴുതാൻ എനിക്ക് കുറച്ചേറെ ദിവസങ്ങൾ വേണ്ടി വന്നു. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് കഥയുടെ ബാക്കി ഭാഗം എഴുതാൻ എനിക്കേറെ പ്രയോജനമായത്. ഇതുപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈയൊരു അവസരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഹൊറർ സ്റ്റോറികൾ കൂടാതെ ലവ് സ്റ്റോറി, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി എന്നിവ ഉൾപ്പെടുത്തി പുതിയൊരു ചാനൽ കൂടി തുടങ്ങാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ ചാനലിന്റെ പേര് കമന്റിലൂടെ നിങ്ങൾക്ക് നിർദ്ദേശിക്കാമോ? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഇനിയും അങ്ങോട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കഥ തുടങ്ങട്ടെ. ഈ കഥയുടെ അവസാന ഭാഗം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ കഥ പറയുകയാണ്. സ്നേഹിച്ച പുരുഷനോടൊപ്പം അധികകാലം ജീവിക്കാൻ കഴിയാതെ പടുമരണപ്പെട്ടു പോയവളല്ലേ രോഹിണി. അതിനാൽ ആ പെണ്ണിന്റെ ആത്മാവ് ഉറപ്പായും തിരിച്ചു വരും. പോരാഞ്ഞിട്ട് ഇന്നലെ നിങ്ങളുടെ വിവാഹ ദിവസം കൂടി ആയിരുന്നല്ലോ. നാരായണിയമ്മ പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ ദേവിക കേട്ടതേയില്ല. ആ സമയം അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിക്ക് ഒരു നിഗൂഢതയുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്ന് കേട്ട മല്ലികയുടെ ഭയം നിറച്ചുള്ള കരച്ചിൽ ആ നിമിഷം മുതൽ ദേവു ആസ്വദിച്ചു തുടങ്ങുകയായിരുന്നു. നാരായണിയമ്മ അടുക്കള ജോലികൾ മുഴുകിയപ്പോൾ അവൾ മല്ലികയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. കൊത്തുപണികൾ നിറഞ്ഞ വീതിയേറിയ ഒരു ഈട്ടിത്തടി കട്ടിലിൽ ഞെരങ്ങിയും മൂളിയും കിടന്ന മല്ലിക പൊടുന്നനെ നിശബ്ദയായി. തന്റെ മുറിയുടെ വാതിലിനപ്പുറം കേട്ട കൊലുസിന്റെ ശബ്ദം കേട്ട് അവരാകെ പരിഭ്രാന്തയായി. പാതി ചാരിയ കതക് വല്ലാത്തൊരു ശബ്ദത്തോടെ മെല്ലെ തുറന്നു വരുന്നത് കണ്ടതോടെ മല്ലികയുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. പാതി തുറന്ന ആ വാതിൽപ്പാളിക്കപ്പുറത്ത് നിന്ന് അകത്തേക്ക് എത്തി നോക്കുന്ന ദേവുവിനെ കണ്ടതും മല്ലികാമ്മ അലറി വിളിച്ചുകൊണ്ട് കിടക്കയിൽ നിന്ന് പിടഞ്ഞെണീറ്റ് പിൻവശത്തെ ഡോറിലൂടെ ആ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങാനായി ശ്രമിച്ചു. എന്നാൽ കാലുകൾക്ക് ബലഹീനതയുള്ളതിനാൽ ആ സ്ത്രീ തറയിലേക്ക് മറിഞ്ഞു വീണു. നിലത്തേക്ക് വീണ മല്ലികാമ്മ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിച്ചെങ്കിലും ആരും അവിടേക്ക് വന്നില്ല. വീണുകിടന്ന മല്ലികാമ്മയുടെ അരികിലേക്ക് ദേവിക നടന്നെടുത്തതും മല്ലിക മുഖം പൊത്തി ഉറക്കെ കരഞ്ഞുകൊണ്ട് ചുമരിലേക്ക് ചേർന്നിരുന്നു. രോഹിണി, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പേടിച്ചരണ്ട് കൂണിക്കൂടിയിരുന്ന മല്ലികാമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ദേവു അവരെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി മുകളിലേക്ക് ഉയർത്തിയപ്പോൾ ദേവുവിന്റെ കൈകൾക്ക് അമാനുഷികമായ ഒരു കരുത്തുണ്ടായിരുന്നു. ശ്വാസം കിട്ടാതെ പിടഞ്ഞ മല്ലികാമ്മ തന്റെ ശരീരം നിലത്തുനിന്നുയർന്നതോടെ മരണവെപ്രാളത്തിൽ കൈകാലിട്ടടിച്ചു പിടഞ്ഞു. ആ നേരത്ത് ഹാളിനറ്റത്ത് നിന്ന് ആരോ നടന്നു വരുന്ന കാലൊച്ച കേട്ടതും ദേവു ആ നിമിഷം തന്നെ മല്ലികാമ്മയുടെ കഴുത്തിൽ പിടിവിട്ടു. അവർ ശക്തമായി ചുമച്ചുകൊണ്ട് ഒരു പഴന്തുണി കെട്ടുപോലെ നിലത്തേക്ക് കുഴഞ്ഞു വീണു. വാതിക്കലെത്തിയ നാരായണിയമ്മയെ കണ്ടതും ദേവു യാതൊന്നും സംഭവിക്കാത്ത ഭാവത്തിൽ അനങ്ങാതെ നിന്നു. പേടിച്ചരണ്ട് തറയിൽ കുത്തിയിരുന്ന മല്ലികാമ്മയുടെ വെപ്രാളം കണ്ട് നാരായണിയമ്മ ദേവുവിനോടായി പറഞ്ഞു, ദേവിക മോൾ എന്തിനാ കൊച്ചമ്മയുടെ മുറിയിലേക്ക് വന്നത്? മോളെ കണ്ട് മരിച്ചുപോയ രോഹിണിയാണെന്ന് കരുതിയായിരിക്കാം മല്ലിക കൊച്ചമ്മ ഇങ്ങനെ കരഞ്ഞ് ബഹളം വെച്ചത്. നാരായണിയമ്മയെ പെട്ടെന്ന് ആ മുറിയിൽ കണ്ടതും ദേവു ഒന്ന് ഞെട്ടി. മല്ലികാമ്മയുടെ മുറി വിട്ട് പുറത്തേക്കിറങ്ങിയ സമയത്ത് അവൾ ചിന്തിച്ചത് അവളെക്കുറിച്ച് തന്നെയായിരുന്നു. തൊട്ടു മുമ്പ് അവിടെ എന്താണ് സംഭവിച്ചത് ഒന്നും ഓർത്തെടുക്കാൻ ദേവുവിന് കഴിയുന്നില്ലായിരുന്നു. വല്ലാത്തൊരു ശൂന്യത മാത്രമാണ് മനസ്സിൽ. ദേവു തിരികെ ബെഡ്റൂമിൽ എത്തിയപ്പോൾ ഇന്ദ്രജിത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ തിടുക്കത്തിൽ കുളിച്ച് വേഷം മാറി ഹാളിലേക്ക് ചെന്നപ്പോൾ അവിടെ ഇന്ദ്രന്റെ 2 ചിറ്റമ്മമാരും മറ്റു ബന്ധുക്കളും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദേവികയെ കണ്ടതും മൂത്തമ്മായിയായ മഹേശ്വരി പരിഹാസത്തോടെ അവളോട് ചോദിച്ചു, ആഹാ, ദേവിക ഇപ്പോഴാണോ എഴുന്നേറ്റ് കുളിച്ചത്? മല്ലികയ്ക്ക് വയ്യാഴികയൊന്നുമില്ലായിരുന്നെങ്കിൽ അവൾ ഇപ്പോൾ നിന്റെ നേർക്ക് കയർത്തേനുമായിരുന്നു. മഹേശ്വരിയുടെ സ്വരത്തിലെ പുച്ഛം ദേവുവിനെ അലോസരപ്പെടുത്തിയെങ്കിലും അവൾ മൗനം പാലിച്ചു. സത്യം പറഞ്ഞാൽ ഇന്ദ്രന്റെ ഈ 2ാം വിവാഹത്തോട് ഞങ്ങൾക്കാർക്കും ഒട്ടും യോജിപ്പില്ലായിരുന്നു. കാരണം അവന് സുഖമില്ലല്ലോ. മാനസിക നില തെറ്റിയ അവനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചിട്ട് എന്താ കാര്യം? മകന്റെ സൂക്കേട് മാറാൻ അവന്റെ അച്ഛൻ കണ്ടുപിടിച്ച മരുന്നാണ് നീ. ശിവദാസേട്ടന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഈ വിവാഹം നടന്നത്. നിനക്ക് മരിച്ചുപോയ രോഹിണിയുടെ അതേ മുഖച്ഛായയല്ലേ? ആ ഒരൊറ്റ കാരണത്താലാണ് ഈ വിവാഹം നടന്നതും. ഇനി
നിന്റെ മുഖം കണ്ടെങ്കിലും മകന്റെ ഭ്രാന്ത് മാറിക്കോട്ടെ എന്ന് ചേട്ടൻ വിചാരിച്ചു കാണും. രോഹിണി മരിച്ചിട്ടിപ്പോൾ ഏതാണ്ട് 1.5 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ. ഈ കാലയളവിനുള്ളിൽ അവളെ മറക്കാനൊന്നും ഇന്ദ്രനെ കൊണ്ടാവില്ല. എന്നിട്ടും അവനെ വിവാഹത്തിന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ അവൻ രോഹിണിയായി കരുതി കാണും. മഹേശ്വരി ശ്വാസം വിടാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാലും ഇന്ദ്രനെ പോലൊരു മാനസിക രോഗിക്ക് സ്വന്തം മകളെ കെട്ടിച്ചു കൊടുക്കാൻ കാണിച്ച വിശാല മനസ്സിനുടമയായ നിന്റെ അച്ഛനെയും അമ്മയും സമ്മതിച്ചു കൊടുക്കണം. അവരോട് ശിവദാസേട്ടൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. ഇന്ദ്രനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഏട്ടൻ അവരെ അറിയിച്ചതാണ്. മകളെ കെട്ടാൻ പോകുന്നവൻ ഒരു ഭ്രാന്തനാണെന്നറിഞ്ഞിട്ടും അവർ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറിയില്ല. പകരം എന്തൊക്കെയാണ് നിന്റെ വീട്ടുകാർ ചേട്ടനോട് ചോദിച്ചു വാങ്ങിയത്? മാളിയേക്കൽ വീടിന്റെ കിഴക്ക് വശത്തുള്ള 10 ഏക്കറോളം വരുന്ന പാടവും ടൗണിലെ ടെക്സ്റ്റൈൽ ഷോപ്പും നിന്റെ അച്ഛൻ സുകുമാരന് ഞങ്ങളുടെ ഏട്ടന് എഴുതി കൊടുത്തു. പോരാത്തതിന് അങ്ങോട്ട് സ്വർണമിട്ട് നിന്നെ കെട്ടുകയും ചെയ്തു. നീരസത്തോടെയുള്ള ആ സംസാരം ഒരു നിമിഷം നിർത്തി മഹേശ്വരി അടിമുടി ദേവികയെ ഒന്ന് നോക്കി. ഇതൊക്കെ വല്ലയിടത്തും നടക്കുന്ന കാര്യമാണോ? പൊതുവേ നേരെ തിരിച്ചാണ് സംഭവിക്കാറുള്ളത്. ഇവിടെ ഇപ്പോൾ നിന്നെ വിലക്ക് വാങ്ങിച്ചതുപോലെയല്ലേ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്? മഹേശ്വരി പറഞ്ഞു നിർത്തിയപ്പോൾ ദേവു ആകെ പകച്ചുപോയി. അവൾക്ക് അതൊരു പുതിയ അറിവായിരുന്നു. പണത്തിനും സ്വത്തിനും വേണ്ടി തന്റെ രണ്ടാനമ്മയും അച്ഛനും തന്നെ മാളിയേക്കൽ വീട്ടുകാർക്ക് വിറ്റതാണെന്ന് കേട്ടപ്പോൾ അവളുടെ ശരീരം തളർന്നു. തന്നെ ഒരു ഭ്രാന്തന്റെ തലയിൽ കെട്ടിവെച്ച് സ്വന്തം അച്ഛൻ അതിസമൃദ്ധമായി കൈയൊഴിഞ്ഞിരിക്കുന്നു എന്ന സത്യം അവളെ ആകെ തളർത്തിക്കളഞ്ഞു. മഹേശ്വരിയുടെ സംസാരം ഭാരമുള്ളപോലെ ദേവുവിന്റെ ഹൃദയത്തിൽ തറച്ചു. അവരോട് മറുത്തൊന്നും പറയാതെ അവൾ അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു. വിവാഹത്തിനോടനുബന്ധിച്ചിട്ട് പന്തൽ അഴിക്കാനായി ഒരു കൂട്ടം പണിക്കാർ മുറ്റത്തുണ്ടായിരുന്നു. പൂമുഖത്ത് ഒരു ചാരുകസേരയിൽ ഇരുന്ന് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന ശിവദാസനെ ദേവു ഒന്ന് നോക്കി. എല്ലാവരും സ്വന്തം കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നു. ഇന്നലെ ഇവിടേക്ക് കയറി വന്ന് തന്നെ ആരും ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിച്ച ദേവു ആളൊഴിഞ്ഞ തൊടിയിലേക്ക് നടന്നു. ഈ വീട്ടിൽ വന്നു കയറിയിട്ട് ഇതുവരെ ഇവിടെയുള്ളവരാരും തന്നോട് സ്നേഹത്തോടെ ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല. വേലക്കാരി നാരായണിയമ്മ മാത്രമാണ് ഒരടുപ്പം കാട്ടിയത്. മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനും മടിയിൽ കിടത്തി ആശ്വസിപ്പിക്കാനും പരിയാരം വീട്ടിൽ അപ്പച്ചിയമ്മ ഉണ്ടായിരുന്നു. ഇവിടെ താൻ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്നു. തൊടിക്കപ്പുറമുള്ള ഗേറ്റ് കടന്ന് ദേവു മാളിയേക്കൽ കാവിലേക്കാണ് നടന്നു നീങ്ങിയത്. മരങ്ങൾ കൂട്ടമായി വളർന്നു നിൽക്കുന്ന ആ ഭാഗത്തെത്തിയപ്പോൾ അവളൊന്ന് നിന്നു. വല്ലാത്തൊരു തണുപ്പും ആകെ ഇരുണ്ട ഒരു അന്തരീക്ഷവും ഇടയ്ക്കിടെ അവിടെ തങ്ങി നിൽക്കുന്ന നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഉച്ചത്തിൽ കേൾക്കുന്ന ചീവീടുകളുടെ ശബ്ദവും ചേർന്ന് അത് മറ്റൊരു ലോകമായി അവൾക്ക് തോന്നി. താഴ്ത്തടി മുതൽ മുകളറ്റം വരെ പൂത്തുലഞ്ഞു നിൽക്കുന്ന നാഗലിംഗമരത്തിന് ചുവട്ടിലെ പഴയ തറയുടെ ഒരറ്റത്തായി ദേവികയിരുന്നു. അതുവരെ മനസ്സിൽ അടക്കിപ്പിടിച്ച സങ്കടം മുഴുവനും അവൾ കരഞ്ഞു തീർത്തു. കാവിലെ ഇരുളിമയിൽ ആരോ ഒരാൾ തന്റെ അരികിലേക്ക് നടന്നടക്കുന്നത് ദേവിക കണ്ടു. അവളുടെ നിറകണ്ണുകൾക്ക് മുന്നിൽ ആ രൂപം അവ്യക്തമായിരുന്നു. കണ്ണുകൾ തുടച്ച് അവൾ തന്റെ തൊട്ടു മുന്നിൽ വന്നു നിന്ന ആളെ നോക്കി. പാതി വെന്ത മുഖമുള്ള ഒരു പെണ്ണ്. അവളുടെ വികൃതമായ മുഖത്തെ പാടുകൾ ഒഴിച്ചാൽ താനുമായി ആ പെണ്ണിന് വല്ലാത്തൊരു രൂപസാദൃശ്യമുണ്ടെന്ന് ദേവുവിന് തോന്നി. അവളുടെ മുഖം തീപ്പൊള്ളലേറ്റ് വികൃതമായി കാണപ്പെട്ടെങ്കിലും ദേവു ഭയന്നില്ല. പ്രത്യേകിച്ച് ഒരു ഭാവമാറ്റവുമില്ലാതെ അവൾ ആ പെൺകുട്ടിയെ അടിമുടി നോക്കി. മൂടൽമഞ്ഞ് പോലെ സുതാര്യമായിരുന്നു അവളുടെ ഉടൽ. ആ രൂപം ദേവികയുടെ തൊട്ടരികിലെത്തിയിട്ടും അവൾ പ്രതികരിച്ചില്ല. ഒരുപക്ഷെ മരണം തൊട്ടു മുന്നിൽ വന്ന് നിന്നാൽ പോലും ദേവുവിന് ഒട്ടും ഭയം തോന്നുകയില്ലായിരുന്നു. കാരണം അവൾ അത്രയേറെ തന്റെ ജീവിതത്തെ വെറുത്തു പോയിരുന്നു. ആ സമയം അസാധാരണമായ ഒരു തണുപ്പ് ദേവുവിനെ പൊതിഞ്ഞു. തൊട്ടു മുന്നിൽ നിന്ന വെളുത്ത പുക പോലെയുള്ള ആ രൂപം അവളിലേക്ക് അലിഞ്ഞു ചേർന്നില്ലാതായപ്പോൾ ദേവുവിന് തന്നെ നഷ്ടപ്പെട്ടതുപോലെ തോന്നി. തന്റെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം തന്നോടൊപ്പം തന്നെ ഏതോ ഒരു വലിയ ചുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ടതുപോലെയുള്ള അവസ്ഥ. ഇതുവരെയുള്ള ജീവിതത്തിൽ ഒരുതര സന്തോഷം പോലും നൽകാത്ത തന്റെ കൈപ്പേറിയ അനുഭവങ്ങളെല്ലാം ഒരു ചലച്ചിത്രമെന്നോണം അവളുടെ കൺമുന്നിൽ ആ നിമിഷം തെളിഞ്ഞു വന്നു. പിന്നീട് ഒരു ശൂന്യതയായിരുന്നു. ഗാഢമായ ഒരു ഉറക്കത്തിന് ശേഷം ഉണർന്നതുപോലെ ദേവു ചുറ്റുപാടും നോക്കി. കാവിൽ ഇരുട്ട് പരന്നു തുടങ്ങിയിരിക്കുന്നു.
നാഗലിംഗ പുഷ്പങ്ങൾ പൂത്തു നിൽക്കുന്ന ആ വൃക്ഷച്ചുവട്ടിലെ ചിത്രകൂടങ്ങൾക്ക് മുന്നിലെ കൽവിളക്ക് ആരോ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. ആ കൽവിളക്കിലെ നേർത്ത വെളിച്ചത്തിൽ നാഗക്കുളത്തിലെ നിശ്ചലമായ ജലത്തിൽ തെളിഞ്ഞ തന്റെ പ്രതിബിംബത്തിലേക്ക് അവൾ കണ്ണെടുക്കാതെ നോക്കി. പിന്നെ ഒരു പുഞ്ചിരിയോടെ അവൾ മാളിയേക്കൽ വീട് ലക്ഷ്യമാക്കി നടന്നു. കടുത്ത ചൂടിന് ആശ്വാസമായി അന്ന് മൂവന്തിക്ക് ഒരു വേനൽ മഴ പെയ്തേക്കുമെന്ന് തോന്നിച്ചു. പക്ഷേ ശക്തമായ കാറ്റടിച്ച് കാർമേഘങ്ങൾ പടിഞ്ഞാറൻ ദിക്കിലേക്ക് പാഞ്ഞു പോകുന്നത് നോക്കി മഹേശ്വരി കിണറ്റിൻ ചുവട്ടിലേക്ക് നടന്നു. വല്ലാത്തൊരു അസ്വസ്ഥത അവരെ പിടികൂടിയിരുന്നു. കിണറ്റിലെ തണുത്ത വെള്ളത്തിൽ കൈയും മുഖവും കഴുകിയാൽ ആശ്വാസം ലഭിക്കുമെന്ന ചിന്തയിൽ അവർ തൊട്ടി കിണറ്റിലേക്കിട്ട് വെള്ളം കോരാൻ തുടങ്ങി. പെട്ടെന്നാണ് പിന്നിൽ നിന്ന് ആരോ അവരെ അതിശക്തമായി തള്ളിയത്. കയറിലുള്ള പിടിവിട്ട് ഒന്ന് നിലവിളിക്കാൻ പോലും സമയം കിട്ടുന്നതിന് മുമ്പേ മഹേശ്വരി കിണറിന്റെ ആഴങ്ങളിലേക്ക് പതിച്ചു. കപ്പിയിലൂടെ ഉരഞ്ഞു നീങ്ങിയ കയറിന്റെ ശബ്ദത്തിനൊപ്പം തനിക്കേറെ പരിചിതമായ ഒരാളുടെ ശബ്ദം കൂടി മഹേശ്വരി അപ്പോൾ കേട്ടു. പാറ തുറന്നുണ്ടാക്കിയ ആ പഴഞ്ചൻ കിണറ്റിലെ വെള്ളത്തിൽ വീണ് മുങ്ങിപ്പൊങ്ങുന്ന നേരം മഹേശ്വരിയുടെ നോട്ടം കിണറ്റിൻകരയിൽ നിന്ന് അവരെ തുറച്ചു നോക്കി നിൽക്കുന്ന രോഹിണിയിൽ പതിഞ്ഞു. അത് ദൈവമാണോ എന്ന് അവർ ഒരു നിമിഷം സംശയിച്ചെങ്കിലും അവളുടെ തീപ്പൊള്ളലേറ്റ വെന്തടർന്ന മുഖം കണ്ടപ്പോൾ അത് രോഹിണിയാണെന്ന് തന്നെ അവർ ഉറപ്പിച്ചു. അവൾ തിരിച്ചു വന്നിരിക്കുന്നു. ആ ചിന്ത മഹേശ്വരിയെ നടുക്കം കൊള്ളിച്ചു. മരണക്കയത്തിലേക്ക് മുങ്ങിത്താഴുമ്പോഴും അവരുടെ മനസ്സിൽ തെളിഞ്ഞത് രോഹിണിയുടെ അവസാന നിമിഷങ്ങളായിരുന്നു. തന്റെ മരണം അടുത്തുവെന്ന ബോധ്യമായ നിമിഷം ആ കിണറിനുള്ളിൽ രോഹിണിയുടെ നിർത്താതെയുള്ള അട്ടഹാസം മുഴങ്ങുന്നതായി മഹേശ്വരിക്ക് തോന്നി. രോഹിണി, എന്നോട് ക്ഷമിക്ക്. ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റാണ്. എല്ലാത്തിനും കാരണക്കാരൻ ജയനാണ്. അവനെ നീ കൊണ്ടുപോയില്ലേ? വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി ശ്വാസം കിട്ടാതെ പിടയുന്നതിനിടയിൽ മഹേശ്വരി അങ്ങനെ പലതും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ആ സമയം ഇടിനാദത്തോടൊപ്പം ആർത്തലച്ച് പെയ്ത വേനൽ മഴയിൽ അവരുടെ ശബ്ദം അലിഞ്ഞുപോയി. മഹേശ്വരിയുടെ ദീനരോദനം ആരും കേട്ടില്ല. കല്ല് വാരി എറിഞ്ഞതുപോലെ തന്റെ മേലേക്ക് പതിച്ച മഴയിൽ അവർ ഒരു വട്ടം തല ഉയർത്തിപ്പിടിച്ച് മേലേക്ക് പൊന്തി വന്നെങ്കിലും ആരും അവരുടെ കാൽ പിടിച്ച് വലിച്ചതുപോലെ ആ സ്ത്രീ ആ പഴഞ്ചൻ കിണറിന്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞു. ഇടിനാദങ്ങൾക്കൊപ്പം അന്ന് പെയ്ത അതിശക്തമായ വേനൽ മഴയിൽ തെക്കേത്തൊടിയിലെ കിണറ്റിൽ നിന്നുയർന്ന മഹേശ്വരിയുടെ നിലവിളി ശബ്ദങ്ങളൊന്നും തന്നെ മാളിയേക്കൽ വീട്ടിലുള്ളവർ കേട്ടില്ല. മഴയുടെ ഇരമ്പലിൽ അവരുടെ ആ ദീനരോദനം അലിഞ്ഞു ചേർന്നില്ലാണ്ടായി. ചുട്ടുപൊള്ളിച്ച ദിവസങ്ങൾക്കൊടുവിൽ പെയ്ത ആ വേനൽ മഴ അന്തരീക്ഷത്തിൽ നനഞ്ഞ മണ്ണിന്റെ ഗന്ധവും ഒപ്പം സുഖമുള്ളൊരു തണുപ്പും നിറച്ചു. മാളിയേക്കൽ വീട്ടിൽ ഇനിയും അവശേഷിച്ച ബന്ധുക്കൾ ചിലർ തെക്കേ മുറിയിലും നടുമുറ്റത്തിന് ചുറ്റുമുള്ള വരാന്തയിലുമായിരുന്ന് വാതോരാതെ എന്തൊക്കെയോ വർത്തമാനം പറയുന്ന തിരക്കിലായിരുന്നു. അന്ന് പകൽ എപ്പോഴോ നടന്ന സംഭാഷണത്തിനിടയിൽ മഹേശ്വരി കൂടെയുണ്ടായിരുന്ന മറ്റു സ്ത്രീകളുമായി ചെറിയൊരു തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. അത്താഴത്തിന് അവരെ കാണാതിരുന്നപ്പോൾ അവർ പിണങ്ങി മുറിയിൽ തന്നെ ഇരിക്കുകയായിരിക്കുമെന്നാണ് മറ്റുള്ളവർ കരുതിയത്. ഹാളിലെ ആട്ടുകട്ടിലിരുന്ന് പാതി വിരിഞ്ഞ മുല്ലമലരുകൾ കോർക്കുകയായിരുന്നു ദേവു. നടുമുറ്റത്ത് പൂത്തുനിന്ന മുല്ലവള്ളികളെ നനച്ചുകൊണ്ട് പെയ്യുന്ന മഴത്തുള്ളികളെ നോക്കിയിരുന്ന അവളുടെ അഴിച്ചിട്ട നീലൻ മുടി തണുപ്പൻ കാറ്റിൽ പാറിപ്പറന്നു. രാത്രി മഴ നനഞ്ഞ് മുറ്റത്തോടിക്കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഇന്ദ്രനും ഉണ്ടായിരുന്നു. ശിവദാസൻ അവനെ അതിൽ നിന്നും വിലക്കിയതും പരിഭവത്തോടെ അവൻ അകത്തേക്ക് നടന്നു. നടുമുറ്റത്തോട് ചേർന്നുള്ള ഹാളിലിരുന്ന് പൂകെട്ടുന്ന ദേവുവിനെ കണ്ടപ്പോൾ മഴയിൽ നനഞ്ഞു കയറി വന്ന ഇന്ദ്രൻ അവളെ കണ്ണിമ വെട്ടാതെ, ഇത്ര പ്രായമായിട്ടും നിന്റെ കുട്ടിക്കളി ഇതുവരെ മാറിയില്ല ഇന്ദ്ര. ആളുകൾ കണ്ടാൽ എന്ത് വിചാരിക്കും? വാഴയിലത്തുമ്പിൽ ബാക്കിയായ മുല്ലമലരുകൾ അവിടെ ഉപേക്ഷിച്ച് കെട്ടിയതത്രയും മുടിയിൽ ചൂടിക്കൊണ്ട് ദേവു ആട്ടുകട്ടിൽ നിന്ന് എഴുന്നേറ്റു. മഴ നനഞ്ഞെത്തിയ ഇന്ദ്രനെ സ്നേഹത്തോടെ ശാസിക്കുന്നതിനിടയിൽ അവൾ തന്റെ സാരിത്തുമ്പുകൊണ്ട് അവന്റെ തല തുവർത്തിക്കൊടുത്തു. രോഹിണി, നിനക്കും മഴ നനയുന്നത് ഇഷ്ടമല്ലേ? എന്നിട്ട് നീ എന്താ എന്റെ കൂടെ വരാത്തത്? ഒരു കൊച്ചു കുട്ടിയെപ്പോലെ നിർബന്ധം പിടിച്ച ഇന്ദ്രന്റെ കൈകൾ പിടിച്ചുകൊണ്ട് ദേവു മഴയേറ്റ് നടുമുറ്റത്തേക്കിറങ്ങി. ആ സമയം വരാന്തയിലിരുന്ന ഭാനുമതി അവളോട് എന്തോ പറയാനൊരുങ്ങിയതായിരുന്നു. പക്ഷേ ദേവുവിന്റെ തീക്ഷ്ണമായ നോട്ടത്തിന് മുന്നിൽ ആ സ്ത്രീ തീർത്തും നിശബ്ദയായിപ്പോയി. ആ രാത്രി മഴ അവർക്ക് വേണ്ടി മാത്രം പെയ്തതുപോലെയായിരുന്നു. ഇരുവരും ഏറെ നേരം മഴ നനഞ്ഞു. ഒടുക്കം ഇന്ദ്രന്റെ നെഞ്ചിൽ തലചായ്ച്ച് അവന്റെ ദേഹത്തിന്റെ ചൂടേറ്റ് അവൾ മയങ്ങി. അടുത്ത ദിവസം പുലർച്ചെ തെക്കേ തൊടിയിലെ കിണറിൽ
വീർത്ത് ചീർത്ത് പൊന്തിക്കിടന്ന മഹേശ്വരിയുടെ ജഡം കണ്ട് അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ഓടിയെത്തിയ നാരായണിയമ്മയുടെ പദം പറച്ചിലും കരച്ചിലും കേട്ടാണ് മാളിയേക്കൽ വീട്ടുള്ളവർ കിണറ്റിൻകരയിലേക്ക് ഓടിക്കൂടിയത്. തൊടിയിൽ നിന്നുള്ള ആ ബഹളം കേട്ട് ഇന്ദ്രനും ഉറക്കം വിട്ടുണർന്നു. പുറത്ത് എന്താണ് സംഭവിച്ചതെന്നറിയാൻ അവനും ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ദേവു അവനെ തടഞ്ഞു. അവന്റെ മുടിയിഴകൾ മൃദുവായി തഴുകിക്കൊണ്ട് അവൾ അവനെ വീണ്ടും ബെഡിലേക്ക് പിടിച്ചു കിടത്തി. പുറത്തുനിന്ന് ഉച്ചത്തിലുള്ള നിലവിളികൾ കേട്ടെങ്കിലും അവളുടെ കരസ്പർശനമേറ്റ് ഇന്ദ്രന്റെ കണ്ണിമകൾക്ക് ഭാരമേറി വന്നു. അവൻ വീണ്ടും ഉറങ്ങി തുടങ്ങിയപ്പോൾ ദേവു എണീറ്റ് ജനലിനരികിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കി. കിണറ്റിൻകരയിൽ ആളുകൾ കൂടുന്നതും മഹേശ്വരിയുടെ ശവശരീരം കണ്ട് അവർ പദം പറഞ്ഞ് നിലവിളിക്കുന്നതും അവൾ കണ്ടു. പക്ഷേ അവളുടെ മുഖത്ത് സങ്കടത്തിന്റെ ഒരു നിഴൽ പോലും ഇല്ലായിരുന്നു. പകരം കിണറ്റിൻകരയിലെ ബഹളവും നിലവിളി ശബ്ദവും അവളിൽ ഒരു ലഹരിയായി പടർന്നിറങ്ങി. അല്പസമയത്തിനുള്ളിൽ തന്നെ മാളിയേക്കൽ വീടിന്റെ മുറ്റം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. പോലീസുകാർ എത്തിയതോടെ മൃതദേഹം കാണാൻ തിരക്കുകൂട്ടിയ ആൾക്കാർ തൽക്കാലം ഒന്നടങ്ങി. ആഴമേറിയ ആ പഴയ കിണറ്റിൽ കലങ്ങി മറിഞ്ഞ വെള്ളത്തിന് മുകളിലായി മഹേശ്വരിയുടെ വീർത്ത ശരീരം പൊന്തിക്കിടന്നിരുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കിണറ്റിലേക്കിറങ്ങി വലകൾ ഉപയോഗിച്ച് ആ ശരീരം കരക്കെത്തിക്കാൻ ശ്രമിച്ചപ്പോൾ കിണറ്റിൻകരയിലുണ്ടായിരുന്നവർ ശ്വാസം അടക്കിപ്പിടിച്ചു നിന്നു. ഒടുവിൽ ചേറിൽ പുരണ്ട ആ ജഡം കരയിലേക്ക് വലിച്ചു കയറ്റിയപ്പോൾ അവിടെ കൂടി നിന്ന സ്ത്രീകൾ കണ്ണുകൾ പൊത്തി വിതുമ്പി. മഹേശ്വരിയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളിയ നിലയിലായിരുന്നു. തുറന്നു പിടിച്ച വായിൽ ചേറ് നിറഞ്ഞിരുന്നു. അവരുടെ വികൃതമായ മുഖം കണ്ട് അവിടെ ഉണ്ടായിരുന്നവർ പലരും ഭയന്ന് മുഖം തിരിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾക്കായി പോലീസ് മൃതദേഹം വെള്ളത്തുണി കൊണ്ട് മൂടി. ആ ബോഡിയും കിണറും പരിസരവും പരിശോധിച്ച പോലീസുകാർക്ക് അതൊരു അപകട മരണമായിട്ടാണ് തോന്നിയത്. മഴയുള്ള രാത്രിയിൽ കാൽ തെറ്റി വീണതാകാം എന്ന നിഗമനത്തിലേക്ക് അവർ പെട്ടെന്ന് തന്നെ എത്തിച്ചേർന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മഹേശ്വരിയുടെ ബോഡി ആംബുലൻസിലേക്ക് മാറ്റിയപ്പോൾ ജനലഴികളോട് ചേർന്ന് നിന്നുകൊണ്ട് ദേവിക എല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മഹേശ്വരിയുടെ മൃതദേഹം വിട്ടുകിട്ടിയപ്പോൾ അവരുടെ മക്കളും ബന്ധുക്കളും ചേർന്ന് ആ ജഡം അവരുടെ ഭർത്തൃഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതൊരു അപകടമരണമായിട്ടാണ് രേഖപ്പെടുത്തിയിരുന്നത്. എന്തോ ആവശ്യത്തിനായി കിണറ്റിൻകരയിലേക്ക് വന്ന മഹേശ്വരി മഴയിൽ കാൽ തെറ്റി കിണറ്റിൽ വീണതാണെന്ന പോലീസിന്റെ നിഗമനം അതോടെ സ്ഥിരീകരിക്കപ്പെട്ടു. തീയിൽപ്പെട്ട് വെന്ത് മരിച്ച രോഹിണിയുടെ മരണം നേരിട്ട് കണ്ടതിൽ പിന്നെയാണ് ഇന്ദ്രന്റെ മാനസിക നില തെറ്റിയത്. അന്നു തൊട്ട് ആരുടെ മരണം കണ്ടാലും അല്ലെങ്കിൽ ശവസംസ്കാര ചടങ്ങുകൾ കണ്ടാൽ പോലും അവൻ അക്രമാസക്തനാകും. രോഹിണിയുടെ ചിത എരിയുന്നത് കണ്ടപ്പോൾ ഇന്ദ്രൻ കാണിച്ച പരാക്രമങ്ങൾ ആരും ഇതുവരെ മറന്നിട്ടില്ല. അതിനാൽ മാളിയേക്കൽ വീട്ടിലുള്ള പലരും മഹേശ്വരിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ ഇന്ദ്രനെ അവർ കൂടെ കൂട്ടിയില്ല. അന്ന് രാത്രിയിൽ ആ വീട്ടിൽ വയ്യാത്ത മല്ലികാമ്മയും ഇന്ദ്രനും ദേവികയും പിന്നെ മല്ലികയുടെ കാര്യങ്ങൾ നോക്കാനായി നിന്ന നാരായണിയമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർ അടുക്കള ജോലികളിൽ മുഴുകിയ തക്കം നോക്കി ദേവിക മല്ലികയുടെ മുറിയിലെത്തി. അവളെ കണ്ട പാടെ മല്ലിക പേടിച്ചിരണ്ട് നിലവിളിക്കാൻ ഒരുങ്ങിയതാണ്. പക്ഷേ ദേവിക തന്റെ ചൂണ്ടുവിരൽ ചുണ്ടിനോട് ചേർത്ത് ശബ്ദിക്കരുതെന്ന് ആംഗ്യം കാട്ടിയതോടെ അവർ ഭയന്ന് വായ പൊത്തി നിശബ്ദയായി. എന്നെ ഈ ലോകത്തു നിന്ന് പറഞ്ഞയക്കാൻ നിങ്ങൾക്ക് കൂട്ടുനിന്ന ഒരാളെ കൂടി ഇന്ന് ഞാൻ പരലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. നിങ്ങളുടെ മൂത്ത മകൻ ജയദേവന്റെ പിന്നാലെ മഹേശ്വരിയും യാത്രയായി. അടുത്ത ഊഴം നിങ്ങളുടേതാണ്. എന്നാൽ അത്ര പെട്ടെന്നൊന്നും ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കില്ല. നിങ്ങൾ ഇങ്ങനെ കിടന്ന് നരകിക്കുന്നത് എനിക്ക് കാണണം. മല്ലിക ഭയന്ന് വിറച്ച് വായ പൊത്തിപ്പിടിച്ചിരുന്നെങ്കിലും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. മല്ലികയുടെ യാചന നിറഞ്ഞ നോട്ടത്തെ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് ദേവിക തുടർന്നു. നിങ്ങൾ എത്ര കരഞ്ഞാലും പഴയതൊന്നും ഞാൻ മറക്കില്ല. എന്റെ മരണത്തിലൂടെ മാത്രമേ ഇന്ദ്രനെ നിങ്ങൾക്ക് എന്നിൽ നിന്ന് വേർപെടുത്താനായുള്ളൂ. അവനെയും ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകും. അടക്കാനാവാത്ത കോപത്താൽ ദേവുവിന്റെ കണ്ണുകളപ്പോൾ കനൽ പോലെ കത്തുകയായിരുന്നു. വെളിച്ചം കുറഞ്ഞ ആ മുറിയിൽ പെട്ടെന്ന് മാംസം കരിഞ്ഞ അസഹനീയമായ ഒരു ഗന്ധം നിറഞ്ഞു. ഒരു നിമിഷത്തേക്ക് തീ പടർന്ന ശരീരവുമായി അടച്ചിട്ടിരുന്ന അടുക്കള മുറിയിൽ മരണവെപ്രാളത്തോടെ ഓടുന്ന രോഹിണിയുടെ രൂപം മല്ലികയുടെ കൺമുന്നിൽ ഒരു ചിത്രം കണക്കെ തെളിഞ്ഞു വന്നു. അവർ ശബ്ദമുണ്ടാക്കാതെ ശ്വാസം അടക്കിപ്പിടിച്ച് കരയുന്നത് കണ്ട് ദേവു ഒരു ചിരിയോടെ ആ മുറിയിൽ നിന്ന്
പുറത്തേക്കിറങ്ങി. മാളിയേക്കൽ വീടിന്റെ നടുമുറ്റത്ത് ഇരുട്ട് കനത്തു. ദൂരെ എവിടെയോ നിന്ന് കേട്ട ഒരു രാപ്പക്ഷിയുടെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ടതും നാരായണിയമ്മയുടെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു. അവർ ധൃതിയിൽ അടുക്കളയിലെ ജോലികൾ തീർത്ത് മല്ലികാമ്മയ്ക്ക് ഭക്ഷണവും നൽകി പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് മല്ലികയുടെ മുറിയിലേക്ക് പോകാനായി തിരിഞ്ഞപ്പോഴാണ് നടുമുറ്റത്തോട് ചേർന്ന വരാന്തയുടെ ഒരറ്റത്ത് ദേവു ഒറ്റയ്ക്കിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ദേവിയക്കുഞ്ഞ് എന്തായി ഇരുട്ടത്ത് വന്നിരിക്കുന്നത്? ആ നിമിഷം ദേവികയിൽ ഒരു ഞെട്ടലുണ്ടായി. അവൾ ആകെ പകച്ച് നാലുപാടും നോക്കി. പുറത്തെവിടെ നിന്നോ ഒരു രാപ്പക്ഷിയുടെ കരച്ചിൽ കേൾക്കുന്നതൊഴിച്ചാൽ മാളിയേക്കൽ വീട് തീർത്തും നിശബ്ദമാണ്. നടുമുറ്റത്തോ ഹാളിലോ ആരും തന്നെയില്ല. ഇവിടെയുള്ളവരെല്ലാവരും എവിടെ പോയി എന്ന് ദേവു ആലോചിച്ച ആ നിമിഷം നാരായണിയമ്മ ആരോടുന്നില്ലാതെ പറഞ്ഞു, രാത്രിയിൽ ഇവിടെ താമസിക്കാൻ എനിക്കൊട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ മല്ലികക്കൊച്ചമ്മയെ നോക്കാൻ ഇന്നിവിടെ ആരുമില്ലല്ലോ. അതുകൊണ്ട് ഇന്നിവിടെ നിന്നേ പറ്റൂ. ആ രാത്രിയിൽ സംസാരിച്ചിരിക്കാൻ ഒരാളെ കിട്ടിയല്ലോ എന്ന ആശ്വാസത്തിൽ നാരായണിയമ്മ വരാന്തയിലെ തൂണിൽ ചാരി ഇരുന്നു കൊണ്ട് സംസാരം തുടർന്നു. ഇന്നലെ രാവിലെ മഹേശ്വരി ഇവിടെ കിടന്ന് എന്ത് ബഹളമാ ഉണ്ടാക്കിയത്. കണ്ണിൽ കണ്ടവരോടെല്ലാം കയർത്ത് സംസാരിച്ചു. കുഞ്ഞിനോടും എന്തൊക്കെയാ അവർ വിളിച്ചു പറഞ്ഞത്. അത്രയും പേരുടെ മുന്നിൽ വെച്ച് മോളോട് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? പക്ഷേ ഇന്നവർ ഈ ഭൂമിക്ക് മീതേയില്ല. ആ കിണറ്റിൽ വീണ് ചാകാനായിരുന്നല്ലോ അവരുടെ ഒരു വിധി. ഒരു തരത്തിൽ നോക്കിയാൽ മഹേശ്വരി കാണിച്ചു കൂട്ടിയ കൊള്ളരുതായ്മകൾക്ക് കിട്ടിയ ശിക്ഷ തന്നെയാണ് ഈ മരണം. ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ മുതൽ ആ രോഹിണി കുഞ്ഞിന് ഒരു സമാധാനവും അവർ കൊടുത്തിട്ടില്ല. ഈ മഹേശ്വരിയുടെ ഇളയ മകളായ ആര്യയെ ഇന്ദ്രനെ കൊണ്ട് കെട്ടിക്കാൻ മഹേശ്വരി ഏറെ ആഗ്രഹിച്ചതാണ്. പറഞ്ഞു വന്നാൽ ആ പെങ്കൊച്ച് ഇന്ദ്രന്റെ മുഴപ്പെണ്ണായി വരും. മല്ലികക്കൊച്ചമ്മയ്ക്കും അതായിരുന്നു ഇഷ്ടം. പുറത്തേക്ക് പോയി പഠിച്ചത് കൊണ്ടായിരിക്കാം ആ പെൺകൊച്ചിന് വല്ലാത്തൊരു സ്വഭാവമായിരുന്നു. ഇന്ദ്രന്റെയും ആര്യയുടെയും വിവാഹം ഉറപ്പിക്കാനിരിക്കുകയാണ് മോൻ ആരോടും പറയാതെ രോഹിണിയെ വിവാഹം കഴിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. ഇന്ദ്രൻ ഒഴികെ ഈ വീട്ടിലുള്ള പലരും ആ കുട്ടിയെ ഒരു ശത്രുവിനെ പോലെയാ കണ്ടത്. നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയായിരുന്നു രോഹിണി. ആ മോള് ഈ വീട്ടിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ആ കുട്ടിയെയും കൊണ്ട് ഇന്ദ്രൻ ഇവിടെ നിന്ന് മാറി താമസിക്കാനിരിക്കവെയാണ് രോഹിണി തീപ്പൊള്ളലേറ്റ് മരിച്ചത്. ഗ്യാസ് അടുപ്പിൽ നിന്ന് എങ്ങനെയോ പടർന്ന തീ മോളുടെ ദേഹത്താകെ വ്യാപിച്ചു. അടുക്കള മൊത്തം കത്തി നശിച്ചു. രോഹിണി കുഞ്ഞിന്റെ മരണശേഷമാണ് ഈ മാളിയേക്കൽ വീട് പുതുക്കി പണിതത്. ഈ വീടിന്റെ മുൻവശവും അടുക്കളയും പൊളിച്ചു പണിതതാണ്. ആ സംസാരത്തിനിടയിൽ മല്ലികാമ്മയുടെ മുറിയിൽ നിന്ന് അവരുടെ നേർത്ത ഞെരക്കവും മുളലും കേട്ടതോടെ ഒരു ജഗ്ഗിൽ വെള്ളവുമായി നാരായണിയമ്മ മല്ലികാമ്മയുടെ മുറിയിലേക്ക് നടന്നു. കഥ കടയ്ക്കുന്നതിന് മുമ്പ് അവർ ദേവുവിനോടായി വിളിച്ചു പറഞ്ഞു, നേരം ഒരുപാടായി. മോള് ഒറ്റയ്ക്ക് ഇനി അവിടെ ഇരിക്കണ്ട, പോയി കിടന്നോളൂ. നാരായണിയമ്മ അങ്ങനെ പറഞ്ഞുവെങ്കിലും ദേവു ആ ഇരിപ്പ് തുടർന്നു. നടുമുറ്റത്തെ ഇരുട്ട് കണ്ടെത്തതോടെ തണുത്ത കാറ്റിനൊപ്പം ഒരു ചാറ്റൽ മഴ പെയ്തു തുടങ്ങി. വേനൽ മഴയോടൊപ്പം അപ്പോൾ വീശിയ കാറ്റിന് പാലപ്പൂക്കളുടെ സുഗന്ധമായിരുന്നു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ദേവിക വരാന്തയിൽ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് പോകാൻ ഒരുങ്ങവേ ഹാളിൽ ആരുടെയോ കാൽപെരുമാറ്റം കേട്ട് അവൾ അവിടേക്ക് ചെന്നു. ഹാളിലെ മെയിൻഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയ ഇന്ദ്രനെയാണ് അവൾ അവിടെ കണ്ടത്. അവന്റെ പിന്നാലെ ദേവികയും മുറ്റത്തെത്തി. ഉറക്കച്ചടവിൽ എന്നതുപോലെ ഇന്ദ്രൻ ദേവികയെ നോക്കി. രോഹിണി, ഒരു നിമിഷം പോലും ഇനി നമുക്ക് ഈ വീട്ടിൽ നിൽക്കണ്ട. ഇവിടെയുള്ളവർ നിന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് കാണാൻ എനിക്ക് വയ്യ. എത്രയും പെട്ടെന്ന് നമുക്കിവിടെ നിന്നിറങ്ങാം. ഉറക്കച്ചടവോടെയാണ് ഇന്ദ്രൻ അത് പറഞ്ഞതെങ്കിലും ആ വാക്കുകൾ കേട്ട് ദേവുവിന്റെ കണ്ണുകൾ ആ ഇരുട്ടിൽ വല്ലാതെ തിളങ്ങി. വശ്യമായ ഒരു പുഞ്ചിരിയോടെ ഇന്ദ്രന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. ഇന്ദ്ര, ആർക്കും നമ്മളെ പിരിക്കാനാവില്ല. ഞാൻ എവിടെയായാലും നീ എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം. ഇന്ദ്രന്റെ കൈകൾ പിടിച്ച് ശക്തമായി വലിച്ചുകൊണ്ട് അവൾ തൊടിയിലേക്ക് നടന്നു. ആ തൊടിക്കപ്പുറമുള്ള ഗേറ്റ് വഴി ഇരുവരും മാളിയേക്കൽ കാവിലെത്തി. ഉറക്കത്തിലെന്ന വണ്ണം ഇന്ദ്രൻ അപ്പോഴും ദേവുവിന്റെ കൈയും പിടിച്ച് അവളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. കാവിന് നടുവിലെ നാഗക്കുളത്തിന്റെ പടവുകൾ ഇറങ്ങി ഇരുവരും മുട്ടൊപ്പം വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്നു. നേർത്ത നിലാവെളിച്ചത്തിൽ കാവിലാകെ മിന്നാമിന്നിക്കൂട്ടങ്ങൾ പാറി നടക്കുന്നുണ്ടായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ കൽപ്പടവുകളിലെ മാളത്തിൽ നിന്ന് പുറത്തേക്ക് തലനീട്ടിയ ഒരു നാഗം അവരുടെ കാലൊച്ച കേട്ടതും തിടുക്കത്തിൽ അകത്തേക്ക് വലിഞ്ഞു. കുളക്കരയിൽ നിന്ന് ഏഴിലമ്പാലയുടെ കൊമ്പിലിരുന്ന രാപ്പക്ഷികൾ
ആ സമയം ചിറകടിച്ച് ചിലച്ചുകൊണ്ട് ദൂരെ ഇരുട്ടിലേക്ക് പറന്നകന്നു. കുളത്തിലെ വെള്ളത്തിന് വല്ലാത്ത തണുപ്പായിരുന്നു. പടവുകളിറങ്ങിയ ഇന്ദ്രന്റെ അരയ്ക്ക് മുകൾ വരെ വെള്ളം എത്തിയപ്പോൾ അവൻ ദേവുവിന്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. അവളുടെ കൈകൾക്കപ്പോൾ മരണത്തിന്റെ തണുപ്പായിരുന്നു. എന്നിട്ടും ഇന്ദ്രൻ ദേവുവിന്റെ കയ്യിലെ പിടുത്തം വിട്ടില്ല. ഇന്ദ്ര, ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി നിന്റെ ഒപ്പം ഇറങ്ങി തിരിച്ചവളാണ് ഞാൻ. എന്നാൽ നമ്മൾ ഒന്നിച്ചുള്ള യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ നിന്നിൽ നിന്ന് അകന്നുപോയി. ഇനിയും നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ല. ഈ ഭൂമിയിൽ ഇനി നിന്നോടൊപ്പം കഴിയാൻ എനിക്ക് സാധിക്കില്ലായിരിക്കാം. പക്ഷേ മറ്റൊരു ലോകത്തിൽ നാം ഒന്നിച്ചു ജീവിക്കും. ഇനി ആർക്കും നമ്മളെ വേർപിരിക്കാനാവില്ല. നാഗക്കുളത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി നിന്ന ഇന്ദ്രന്റെ കഴുത്തോളം വെള്ളമെത്തി. അവന്റെ നോട്ടം അവൻ അഭിമുഖമായി നിന്ന ദേവികയുടെ കണ്ണുകളിലേക്കായിരുന്നു. കാന്തമുനകളെപ്പോലെ ആകർഷകമായ അവളുടെ കണ്ണുകളിലേക്ക് നോക്കുന്തോറും ഇന്ദ്രന് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു. ആ കുളത്തിന്റെ ആഴക്കയത്തിലേക്ക് ഒരുമിച്ച് ഊളിയിട്ടിറങ്ങാൻ തയ്യാറായ ദേവികയുടെ നോട്ടം ഒരു മാത്ര ആ കുളത്തിന്റെ ഓളപ്പരപ്പിൽ കണ്ട അവളുടെ പ്രതിബിംബത്തിൽ പതിഞ്ഞു. ഉയർന്നു താഴ്ന്ന ജലോപരിതലത്തിലെ ഓളങ്ങളിൽ പതിഞ്ഞ അവളുടെ മുഖം ആകെ തീപ്പൊള്ളലേറ്റ് വെന്തടർന്ന മുഖം. ഭയാനകമായ ആ മുഖത്ത് മിന്നിമറിഞ്ഞ ചിരിയുടെ അർത്ഥം അവൾ മനസ്സിലാക്കിയതും ഇന്ദ്രൻ ആ നാഗക്കുളത്തിന്റെ എത്തമില്ലാ കയത്തിലേക്ക് മുങ്ങിക്കഴിഞ്ഞിരുന്നു. ഒരു നിമിഷത്തേക്ക് ദേവു പകച്ചുപോയെങ്കിലും അവൾ അവനോടൊപ്പം ആ കയത്തിലേക്ക് മുങ്ങിത്താഴ്ന്നു. ഇരുട്ടു നിറഞ്ഞ കുളത്തിന്റെ അടിത്തട്ടിലേക്ക് കൈകാലിട്ടടിച്ച് മുങ്ങിത്താഴ്ന്നുകൊണ്ടിരുന്ന ഇന്ദ്രന്റെ കയ്യിൽ ദേവുവിന് പിടുത്തം കിട്ടിയെങ്കിലും അവൾക്കവനെ മേലേക്കുയർത്താൻ കഴിഞ്ഞില്ല. ഏതോ അദൃശ്യമായ ശക്തി അവനെ താഴേക്ക് വലിക്കുന്നത് പോലെ ദേവുവിന് തോന്നിയെങ്കിലും ഇന്ദ്രനെ ആ നിലയിൽ അവിടെ ഉപേക്ഷിച്ചു പോകാൻ അവൾ തയ്യാറല്ലായിരുന്നു. കൈകാലിട്ടടിച്ച് വെള്ളം കുടിച്ച് അവശനായ ഇന്ദ്രന്റെ ശരീരം വഹിച്ച് ഒരു വിധത്തിൽ അവൾ ആ കുളത്തിന്റെ പടവുകൾ ലക്ഷ്യമാക്കി നീന്തി. ഏറെ പ്രയാസപ്പെട്ട് ഒടുവിൽ ദേവു ഇന്ദ്രനെ കുളത്തിന്റെ കൽപ്പടവുകളിൽ എത്തിച്ചു. ബോധരഹിതനായി കിടക്കുന്ന അവനെ അവൾ ഒരു വിധത്തിൽ കരയിലെ പുൽത്തകടിയിലേക്ക് വലിച്ചു കയറ്റി. ഇന്ദ്രന്റെ നെഞ്ചിൽ ശക്തിയായി അമർത്തിയും കൃത്രിമ ശ്വാസം നൽകിയും ദേവു അവന്റെ ജീവിതത്തിലേക്ക് വിളിച്ചുണർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ കാവിനുള്ളിലെ നേർത്ത ഇരുട്ടിൽ നാഗശിലകൾക്ക് മുന്നിലായി കിടന്ന ഇന്ദ്രൻ ചുമച്ചുകൊണ്ട് കുടിച്ചത്രയും വെള്ളം പുറത്തേക്ക് തുപ്പിക്കളഞ്ഞു. ബോധം തിരിച്ചു കിട്ടിയ അവൻ തന്റെ തൊട്ടരികിലിരുന്ന ദേവികയെ ഒരു പകപ്പോടെ നോക്കി. പിന്നീട് അവളുടെ തണുത്ത കൈകളിൽ മുറുക്കി പിടിച്ചുകൊണ്ട് ദേവുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു, രോഹിണി, എന്നെ ഒറ്റക്കാക്കി ഇനി നീ എവിടേക്കും പോകരുത്. നീ എപ്പോഴും ഒപ്പം ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിന്നെ കൂടാതെ എനിക്കൊരു ജീവിതമില്ല. പാതിബോധത്തിലായിരുന്ന അവനെ ദേവിക താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഒരു വിധത്തിൽ അവൾ അവനെ ബെഡ്റൂമിലെത്തിച്ചു. മുറിയിലെത്തിയതും ഇന്ദ്രൻ തളർന്ന് കട്ടിലിലേക്ക് വീണു. ദേവു അവന്റെ നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി മറ്റൊന്നുടിപ്പിച്ചു. ഒരു കൊച്ചുകുട്ടിയെ പരിചരിക്കുന്നത് പോലെ അവൾ അവനെ ശുശ്രൂഷിച്ചു. ദേവുവിനെ ചേർത്ത് പിടിച്ച് ബെഡിലേക്ക് കിടന്ന ഇന്ദ്രൻ തളർന്നുറക്കമായി. നാഗക്കുളത്തിൽ മുങ്ങിമരിക്കാൻ പോയ ഇന്ദ്രജിത്തിനെ രക്ഷിച്ച് ആ മുറിയിലെത്തിച്ച ദേവികയും ആകെ അവശയായിരുന്നു. ഇന്ദ്രനോട് ചേർന്ന് കിടക്കവേ തളർച്ചയാൽ അവളുടെ കണ്ണുകളും മെല്ലെ അടഞ്ഞുപോയി. ആ ഉറക്കത്തിനിടയിൽ ദേവു വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു. കട്ടിലിൽ നിശ്ചലമായി കിടക്കുന്ന തന്റെ ശരീരത്തിൽ നിന്ന് തന്നെപ്പോലെ തന്നെയുള്ള ഒരു രൂപം വേർപെട്ട് മുകളിലേക്ക് ഉയർന്നതുപോലെ അവൾ കണ്ടു. വായുവിലുയർന്നു പൊങ്ങിയ ആ രൂപം സാവധാനം താഴേക്ക് വന്ന് ദേവുവിന്റെ തൊട്ടരികിൽ വന്ന് നിന്നു. ഇന്ദ്രനെ എന്നിൽ നിന്ന് അകറ്റാൻ ആര് ശ്രമിച്ചാലും അത് നടക്കില്ല. അതിന് തടസ്സമായി നിൽക്കുന്നവർ ആരായാലും അവർക്ക് അധികം ആയുസ്സുണ്ടാവില്ല. തന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് തന്റെ നേർക്ക് തന്നെ കയർക്കുന്ന ആ രൂപത്തെ കണ്ട് ദേവു ആകെ പകച്ചുപോയി. ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്ത ആ രൂപത്തിന്റെ മുഖം പൊടുന്നനെ വികൃതമാവുകയും അവൾ ദേവുവിനെ തുറച്ചു നോക്കുകയും ചെയ്തു. തന്റെ മുന്നിൽ നിൽക്കുന്നത് ഇന്ദ്രന്റെ കൈപിടിച്ച് ഈ വീട്ടിലേക്ക് വന്ന രോഹിണിയാണെന്ന് മനസ്സിലാക്കാൻ ദേവുവിന് അധിക നേരം വേണ്ടി വന്നില്ല. എന്നിട്ടും അവൾക്ക് ഭയം തോന്നിയില്ല. ദേഷ്യത്താൽ കത്തുന്ന ആ കണ്ണുകളിലേക്ക് നോക്കി ദേവു ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, ഇന്ദ്രൻ നിന്നോടൊപ്പം ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലാതെ മരിക്കാനല്ല. അവനോടൊപ്പം ജീവിച്ച് കൊതി തീരാത്തത് കൊണ്ടല്ലേ നീ എന്നിലൂടെ ഇന്ദ്രനൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? ഒരു നിമിഷം നിർത്തി ദേവു തുടർന്നു, കാഴ്ചയിൽ
ഞാൻ നിന്നെപ്പോലെ ആയതിനാൽ ഇന്ദ്രൻ എന്നെ നീയായിട്ടാണ് കാണുന്നത്. അവന് ഞാൻ രോഹിണിയാണ്. ദേവിക അവനൊരു അപരിചിതം മാത്രമാണ്. അവന് മാത്രമല്ല, ഈ എനിക്ക് പോലും എന്നെ ഇപ്പോൾ മനസ്സിലാക്കാനാവുന്നില്ല. ഞാൻ ഇപ്പോൾ എങ്ങനെയാണ് പെരുമാറുക എന്നത് എനിക്ക് പോലും നിശ്ചയമില്ല. എനിക്ക് എന്നെ തന്നെ നഷ്ടമായിരിക്കുന്നു. ദേവുവിൻ്റെ സ്വരത്തിൽ വല്ലാത്തൊരു നിസ്സംഗത പടർന്നു. പക്ഷേ എനിക്കതിൽ സങ്കടമില്ല. കാരണം ഞാൻ ജീവിക്കാനേ ആഗ്രഹിക്കുന്നില്ല. ഓർമ്മ വെച്ച കാലം മുതലേ എൻ്റെ ജീവിതത്തിൽ സങ്കടം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള എനിക്ക് എങ്ങനെയാണ് ജീവിക്കാൻ തോന്നുക? തൻ്റെ സ്വത്തം ഇല്ലാതാകുന്നതിനേക്കാൾ വലിയൊരു വേദന തൻ്റെ കഴിഞ്ഞകാല ജീവിതം തനിക്ക് നൽകിയിട്ടുണ്ടെന്ന തിരിച്ചറിവിൽ ദേവു ആ രൂപത്തെ നിർഭയം നോക്കി നിന്നു. ദേവികയുടെ വാക്കുകൾ രോഹിണിയിൽ വല്ലാത്തൊരു താല്പര്യം ജനിപ്പിച്ചു. നിന്റെ ഈ ജീവിതം അത്രമേൽ ഭാരമായി തീർന്നു നിനക്ക്? അതെ, ദേവു നിർവികാരമായി മറുപടി നൽകി. നിനക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല. പക്ഷേ ശരീരം നഷ്ടപ്പെട്ടു പോയ ഞാൻ ജീവിക്കാൻ കൊതിക്കുന്നു. നിന്നിലൂടെ പലതും നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദേവു നോക്കി നിൽക്കെ രോഹിണിയുടെ കണ്ണുകൾ സങ്കടവും പകയും ഒരുപോലെ മിന്നിമറഞ്ഞു. തൻ്റെ ജീവിതം ഇത്ര പെട്ടെന്ന് എരിഞ്ഞു തീരാൻ കാരണമായ ആ നിഗൂഢമായ സത്യം അവൾ ഓരോന്നായി ദേവിക്ക് മുന്നിൽ വെളിപ്പെടുത്തി. നിന്നെപ്പോലെ തന്നെ ഞാനും ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച് വളർന്നവളാണ്. എനിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഭൂമിയിൽ എനിക്ക് സ്വന്തമെന്ന് അവകാശപ്പെടാനുണ്ടായിരുന്ന ആ അമ്മ കൂടി നഷ്ടമായപ്പോൾ ഇന്ദ്രൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അനാഥയായ എനിക്ക് അവൻ താങ്ങും തണലുമായി. ഇന്ദ്രൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ മുതലാണ് എനിക്ക് ജീവിക്കണമെന്ന ആഗ്രഹം പോലും ഉണ്ടായത്. രോഹിണിയുടെ വിറയാർന്ന ശബ്ദത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവനെക്കുറിച്ചുള്ള ഓർമ്മകൾ നിറഞ്ഞു. അവസാനം ഞങ്ങൾ വിവാഹിതരായി. പക്ഷേ ഇന്ദ്രൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളും ഞങ്ങളുടെ ബന്ധത്തെ എതിർത്തു. അവർക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എന്നെ ഇന്ദ്രൻ്റെ ഭാര്യയായി അംഗീകരിക്കാൻ പോലും അവർ തയ്യാറായില്ല. എന്നിട്ടും എന്നെ ഒരു ശത്രുവിനെ പോലെ കണ്ടവരുടെ ഇടയിൽ ഞാൻ ജീവിച്ചു. അപ്പോഴെല്ലാം ഇന്ദ്രൻ എനിക്കൊപ്പമുണ്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു എനിക്ക്. പതുക്കെ പതുക്കെ അവരെല്ലാവരും ഞങ്ങളുടെ ബന്ധത്തെ അംഗീകരിക്കുമെന്ന് അവൻ വിചാരിച്ചു. എന്നാൽ അതെല്ലാം വെറുതെ ആയിരുന്നു. ഇന്ദ്രൻ എന്നിലുള്ള വിശ്വാസം തകർക്കാൻ അവർ പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് പിന്നീട് നടന്നത്. ഒരു ദിവസം ഇന്ദ്രന്റെ ചേട്ടനായ ജയദേവൻ അയാൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. പൊതുവെ ശാന്ത സ്വഭാവക്കാരനായ അയാളിൽ നിന്ന് അങ്ങനെ ഒരു നീക്കമുണ്ടായപ്പോൾ ഞാൻ ആകെ ഭയന്നുപോയി. രോഹിണിയുടെ കണ്ണുകളിൽ അവൾ അന്ന് അനുഭവിച്ച ഭീതി അപ്പോഴും നിഴലിച്ചു നിന്നു. അയാളുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ആവതും ശ്രമിച്ചു. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. എന്നാൽ എൻ്റെ കരച്ചിലും ബഹളവും കേട്ട് അവിടെ കൂടിയെത്തിയ മഹേശ്വരി മറ്റൊരു കഥയുണ്ടാക്കി. അവരെന്നെ കുറ്റക്കാരിയാക്കി. ആ സ്ത്രീ വിചാരിച്ചിരുന്നെങ്കിൽ ആ മനുഷ്യമൃഗത്തിൻ്റെ കൈകളിൽ നിന്ന് എന്നെ രക്ഷിക്കാമായിരുന്നു. പക്ഷേ അവരത് ചെയ്തില്ല. ആ സത്യങ്ങളെല്ലാം ഇന്ദ്രൻ്റെ അമ്മയായ മല്ലികയ്ക്കും അറിയാമായിരുന്നു. എന്നാൽ സ്വന്തം മകനെ കുറ്റക്കാരനായി കാണാൻ അവരും ആഗ്രഹിച്ചില്ല. ഇന്ദ്രൻ എന്നെ വിശ്വസിക്കുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. സത്യങ്ങൾ പുറത്തു വന്നാൽ രണ്ടാൺമക്കളും തമ്മിൽ വഴക്കാകുമെന്നും ഒന്നുകിൽ ഇന്ദ്രൻ അല്ലെങ്കിൽ ജയദേവൻ, രണ്ടിലൊരാൾ മാത്രമേ അവശേഷിക്കൂ എന്നും മഹേശ്വരി മല്ലികയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അതോടെ ആരും ഒന്നും അറിയാതിരിക്കാനുള്ള ഒരു പദ്ധതി അവരിരുവരും ചേർന്നൊരുക്കി. ഇന്ദ്രനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. പക്ഷേ മഹേശ്വരി പറഞ്ഞതുപോലുള്ള ഒരു ഭയം എനിക്കുമുണ്ടായിരുന്നു. എന്നെ ചൊല്ലി രണ്ടാൺമക്കളും വഴക്ക് കൂടി എനിക്ക് ഇന്ദ്രനെ നഷ്ടപ്പെട്ടാലോ എന്ന പേടി എൻ്റെ മനസ്സിനെ വല്ലാണ്ട് അലട്ടിയിരുന്നു. ആ ഒരു സംഭവത്തിന് ശേഷം ഉരുകിയൊലിക്കുന്ന ഒരു മെഴുകുതിരിയുടെ അവസ്ഥയായിരുന്നു എൻ്റേത്. ഒന്നും പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. എൻ്റെ ആ നിസ്സഹായ അവസ്ഥ ജയദേവൻ മുതലെടുത്തു. അയാൾ വീണ്ടും എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങി. സഹികെട്ട് ഇന്ദ്രനോട് എല്ലാം തുറന്നു പറയാൻ തീരുമാനിച്ച ആ ദിവസം രോഹിണിയുടെ വാക്കുകൾ ഇടറി. ഓഫീസിൽ പോയി മടങ്ങിയെത്തിയ ഇന്ദ്രന് ഒരു ചായ ഇട്ട് കൊടുക്കാനായി അന്ന് അടുക്കളയിലേക്ക് കയറിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. സ്റ്റൗ കത്തിച്ച ആ നിമിഷം ഒരു തീഗോളം എന്നെ പൊതിയുകയായിരുന്നു. ദേഹത്താളിപ്പടർന്ന തീയുമായി ഞാൻ പ്രാണരക്ഷാർത്ഥം ആ മുറിയിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിക്കവേ പുറത്തുനിന്ന് ഒരു ചിരിയോടെ എന്നെ നോക്കി നിന്ന മല്ലികയെയും മഹേശ്വരിയെയും
എനിക്കൊരിക്കലും മറക്കാനാവില്ല. ദേഹം ആകെ തീ പടർന്നു പിടിച്ച് എൻ്റെ അടുത്തേക്ക് ഓടി വന്ന ഇന്ദ്രനെയും അവർ ബലമായി തടഞ്ഞു വെച്ചു. എൻ്റെ അവസാന നിമിഷങ്ങളിൽ ഞാൻ കണ്ടതും അലമുറയിട്ട് കരയുന്ന ഇന്ദ്രനെയായിരുന്നു. ഞാൻ ഇല്ലാതായെങ്കിലും എൻ്റെ മനസ്സിലെ പക അതിപ്പോഴും അണഞ്ഞിട്ടില്ല. എന്നോട് ചെയ്ത ചതിക്ക് ഞാൻ പകരം വീട്ടി. എന്നെ നശിപ്പിച്ച ജയദേവനെ ഞാൻ ആദ്യം തന്നെ വകവരുത്തി. അയാൾ ഒരു വാഹനാപകടത്തിലാണ് കൊല്ലപ്പെട്ടതെങ്കിലും അതിൻ്റെ കാരണക്കാരി ഞാൻ തന്നെയാണ്. എന്നോട് കടുത്ത വൈരാഗ്യമുണ്ടായിരുന്ന മഹേശ്വരിയെയും ഞാൻ പരലോകത്തേക്ക് പറഞ്ഞയച്ചു. ഇനിയുള്ളത് മല്ലിക മാത്രമാണ്. ജീവിതാവസാനം വരെ ആ സ്ത്രീ നരകിക്കുന്നത് എനിക്ക് കാണണം. പ്രതികാരദാഹത്താൽ രോഹിണിയുടെ കണ്ണുകൾ രക്തവർണമായി. ഇന്ദ്രൻ എന്നെ രക്ഷിക്കാനായി ഓടി വരുന്നത് കണ്ടുകൊണ്ടാണ് എൻ്റെ കണ്ണുകൾ അടഞ്ഞത്. ആ സ്നേഹം ഇനിയും എനിക്ക് അനുഭവിക്കണം. രോഹിണി പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സ്വന്തം ജീവിതത്തിൽ സങ്കടങ്ങൾ മാത്രം അനുഭവിച്ച തന്നെപ്പോലെ തന്നെ മറ്റുള്ളവരാൽ ചതിക്കപ്പെട്ട രോഹിണിയോട് ദേവികയ്ക്ക് വല്ലാത്തൊരു ആത്മബന്ധം തോന്നി. നിനക്ക് എന്നിലൂടെ ഇന്ദ്രനോടൊപ്പം ജീവിക്കണം. എനിക്കാണെങ്കിൽ എൻ്റെ ജീവിതത്തിനോട് തന്നെ വെറുപ്പാണ്. നിന്റെ പ്രതികാരം ഇനി എൻ്റേത് കൂടിയാണ്. ദേവികയുടെ തൊട്ടു മുന്നിൽ നിന്ന രോഹിണിയുടെ രൂപം മെല്ലെ ദേവുവിൻ്റെ കൈകളിൽ തൊട്ടു. അവളുടെ ആ തണുത്ത സ്പർശനത്തിലൂടെ രോഹിണിയുടെ പ്രതികാരവും പ്രണയവും ഒരു പ്രവാഹമായി ദേവികയുടെ സിരകളിലേക്ക് പടർന്നു കയറി. അവൾ സ്വയം തന്നെ രോഹിണിക്കായി സമർപ്പിച്ചു. ആ നിമിഷം രോഹിണിയുടെ സുതാര്യമായ രൂപം മെല്ലെ ദേവികയിലേക്ക് അലിഞ്ഞു ചേർന്നു. രോഹിണിയുടെ ആത്മാവും ദേവികയുടെ ഉടലും ഒന്നായി മാറിയപ്പോൾ ജീവിതം തന്നെ വെറുത്തുപോയ ദേവിക എന്ന പെൺകുട്ടിയുടെ വ്യക്തിത്വം ആ ഉടലിൽ നിന്ന് എന്നേക്കുമായി വിടവാങ്ങി. പകരം പ്രതികാരദാഹിയായ എന്നാൽ ഇന്ദ്രനെ പ്രാണനെപ്പോലെ സ്നേഹിക്കുന്ന രോഹിണി ആ ശരീരത്തിലൂടെ ഉയർത്തെഴുന്നേറ്റു. തൊട്ടടുത്ത ദിവസം പെയ്ത പുലർക്കാല മഴയുടെ തണുപ്പേറ്റ് അവൾ കണ്ണു തുറന്നു. തന്നെ ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങുന്ന ഇന്ദ്രന്റെ ഹൃദയതാളം ആസ്വദിച്ചുകൊണ്ട് രോഹിണി അല്പനേരം കൂടി കിടന്നു. വലിയൊരു ശൂന്യതയ്ക്ക് ശേഷം അവൾ തന്റെ ലോകത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്ന അറിവ് അവളിൽ ഒരു ഉന്മാദമുണ്ടാക്കി. ഇന്ദ്രന്റെ കൈകൾക്കുള്ളിൽ നിന്ന് മെല്ലെ അടർന്നു മാറി രോഹിണി കട്ടിലിൽ നിന്ന് എണീറ്റ് ചുമലിലെ നീലൻ കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നു. ആ കണ്ണാടിയിൽ തെളിഞ്ഞ പ്രതിബിംബത്തെ നോക്കി അവൾ വശ്യമായി പുഞ്ചിരിച്ചു. ആ കണ്ണുകളിൽ ഇപ്പോൾ ദേവിയുടെ നിസ്സഹായതയല്ല, പകരം തന്റെ പ്രിയപ്പെട്ടവനെ തിരികെ കിട്ടിയതിന്റെ സന്തോഷം മാത്രം. ഇന്ദ്രന്റെ എല്ലാമായ രോഹിണിയായി അവൾ ഇതിനകം മാറിക്കഴിഞ്ഞിരുന്നു. രൂപസാദൃശ്യം കൊണ്ട് മാത്രമല്ല, ഓരോ ചലനത്തിലും പെരുമാറ്റത്തിലും അവളിപ്പോൾ രോഹിണിയാണ്. കുളിച്ച് വേഷം മാറി ഈറൻമുടി കോതിയൊതുക്കി നെറ്റിയിൽ ചന്ദനക്കുറി ചാർത്തി അവൾ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ആ വീടിന്റെ ഓരോ മുക്കും മൂലയും അവൾക്ക് സുപരിചിതമായിരുന്നു. നാരായണിയമ്മ ഉണർന്നെണീറ്റ് വന്നപ്പോൾ അവൾ അടുക്കള ജോലികളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. അവർക്ക് ആകെ അതിശയമായി. ഇന്ന് ദേവമോള് കാഴ്ചയിൽ മാത്രമല്ല പെരുമാറ്റത്തിൽ പോലും രോഹിണിക്കുഞ്ഞിനെ പോലെ തന്നെയാ. ആ കുട്ടിയും ഇങ്ങനെ തന്നെയാ. ആദ്യം രാവിലെ ഉണരും. ഞാൻ വരുന്നതിന് മുന്നേ തന്നെ ഇവിടുത്തെ ഒട്ടുമിക്ക ജോലികളും ചെയ്തു തീർക്കും. നാരായണിയമ്മയുടെ അമ്പരപ്പോടെയുള്ള ആ സംസാരം കേട്ട് അവൾ പുഞ്ചിരിച്ചു. അന്ന് വൈകിട്ടോടെ മഹേശ്വരിയുടെ മരണാനന്തര കർമ്മങ്ങൾ പങ്കെടുക്കാൻ പോയവരെല്ലാം മാളിയേക്കൽ വീട്ടിൽ തിരിച്ചെത്തി. അവർ വന്നപ്പോൾ കണ്ടത് പുറത്തെവിടെയോ പോയതിനു ശേഷം ബൈക്കിൽ വന്നിറങ്ങിയ ഇന്ദ്രനെയും ദേവികയുമായിരുന്നു. ശിവദാസൻ അടക്കമുള്ളവരുടെ കണ്ണുകൾ ആശ്ചര്യത്താൽ വികസിച്ചു. ഇരുവരുടെയും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അതിശയകരമായ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ദ്രനിപ്പോൾ ഒരു മാനസിക രോഗിയെപ്പോലെയല്ല പെരുമാറുന്നത്. അവന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. ആ പഴയ ഇന്ദ്രജിത്തായി അവൻ മാറിയിരിക്കുന്നു. മകന്റെ മാറ്റം കണ്ട് ശിവദാസന്റെ കണ്ണുകൾ നിറഞ്ഞു. ആരോടും പറയാതെ രോഹിണിയെ അവൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് അയാൾക്ക് ഉൾക്കൊള്ളാനായില്ലെങ്കിലും അയാൾ മറ്റുള്ളവരെ പോലെ ഇന്ദ്രനെയോ രോഹിണിയെയോ ബുദ്ധിമുട്ടിച്ചിരുന്നില്ല. ഏറെ ഇഷ്ടത്തോടെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന രോഹിണിയുടെ മരണത്തോടെ ഇന്ദ്രനൊരു മാനസിക രോഗിയായി മാറിയതിനാൽ അയാൾ അങ്ങേയറ്റം വേദനിച്ചിരുന്നു. മൂത്ത മകൻ ജയദേവന്റെ മരണവും ശിവദാസനെ ആകെ തളർത്തിയിരുന്നു. അങ്ങനെ ഒരു ദിവസം ആകസ്മികമായിട്ടാണ് ദേവികയെ കാണാനിടയായത്. ഒറ്റ നോട്ടത്തിൽ രോഹിണി ഉയർത്തെഴുന്നേറ്റ് വന്നതാണോ എന്ന് പോലും അയാൾ സംശയിച്ചു പോയി. ദേവികയുടെ മുഖത്തിന് രോഹിണിയുടെ മുഖവുമായി അത്രക്കേറെ ഒരുപക്ഷേ ഇന്ദ്രന്റെ ജീവിതത്തിലേക്ക് ദേവിക വന്നെന്നാൽ അവന് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് അയാൾ കരുതി. ആ ഒരു മാറ്റം ഇത്ര പെട്ടെന്നാകുമെന്ന് ശിവദാസൻ മനസ്സിൽ പോലും കരുതിയില്ല. തന്റെ സന്തോഷം അടക്കി വയ്ക്കാൻ അയാൾക്കായില്ല.
അയാൾ ദേവികയോടത് നേരിട്ട് പറയുകയും ചെയ്തു. മോള് വന്നതോടെ ഇന്ദ്രൻ ആകെ മാറി. അവൻ നിന്നെ രോഹിണിയായിട്ടാണ് കാണുന്നത്. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അവൻ്റെ രോഹിണി തിരിച്ചു വന്നുവെന്ന് അവൻ കരുതിക്കോട്ടെ. ഒരുപക്ഷെ നീ രോഹിണിയല്ല ദേവികയാണെന്നറിഞ്ഞാൽ വീണ്ടും അവൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിയേക്കാം. മറ്റുള്ളവർക്ക് മുന്നിൽ നീ ദേവികയാണെങ്കിലും ഇന്ദ്രന് നീ എന്നും അവൻ്റെ രോഹിണിയായാൽ മതി. ആ സമയം ദേവികയുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയുടെ അർത്ഥം ശിവദാസന് മനസ്സിലായില്ലെങ്കിലും അവളുടെ ആ ചിരി അയാൾക്ക് ആശ്വാസമേകി. ശിവദാസനുണ്ടായ ആ അമ്പരപ്പ് മാളിയക്കൽ വീട്ടിലെ മറ്റുള്ളവർക്കും ഉണ്ടായിരുന്നു. ഇന്ദ്രജിത്തിന്റെ ഭ്രാന്ത് മാറിയിരിക്കുന്നു. ദേവുവിനെ രോഹിണി എന്ന് വിളിക്കുമെന്നല്ലാതെ അവന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ഇരുവരും വലിയ സന്തോഷത്തിലാണ്. ഇന്ദ്രജിത്തിന് വേണ്ടി ദേവു രോഹിണി ആയതാണോ അതോ അത് രോഹിണി തന്നെയാണോ എന്ന് അവർ സംശയിച്ചു. അവസരം കിട്ടുമ്പോഴെല്ലാം രോഹിണിയായി മാറിയ ദേവിക മല്ലികയുടെ മുറിയിൽ എത്തുമായിരുന്നു. അവളെ കാണുമ്പോൾ അവരിൽ ഉണ്ടാവുന്ന ഭയം അവൾ അങ്ങേയറ്റം ആസ്വദിക്കുമായിരുന്നു. തൻ്റെ മുന്നിലേക്ക് വരുന്നത് രോഹിണി തന്നെയാണെന്ന് അവർക്കറിയാമായിരുന്നു. അവളുടെ കനൽ കണ്ണുകളിൽ ഒളിപ്പിച്ച പ്രതികാരദാഹം അവർക്ക് മാത്രം അറിയാവുന്ന ഒരു സത്യമായിരുന്നു. അസഹനീയമായ ഭയത്താൽ അത് ദേവികയല്ല രോഹിണിയാണെന്ന് മല്ലിക ഇടയ്ക്കിടെ വിളിച്ചു പറയുമ്പോഴും ആരും അതത്ര ഗൗനിച്ചില്ല. പ്രായം ചെന്ന ആ സ്ത്രീയുടെ മനസ്സിന്റെ താളം തെറ്റിയതാണെന്നാണ് മറ്റുള്ളവർ കരുതിയത്. പിന്നീട് അങ്ങോട്ട് പാലപ്പൂവിന്റെ സൗരഭ്യവുമായി രോഹിണി എന്നും ഇന്ദ്രജിത്തിനോടൊപ്പം ഉണ്ടായിരുന്നു.